ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. നമസ്കാരം. വയലാർ രാമവർമ്മയുടെ അശ്വമേധം. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ബന്ധനത്തിലാണ്. സ്വാഗതം ഇലാമയിലേക്ക്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ഷാജഹാനെ കൂടാതെ മറ്റൊരാൾ കൂടി ഇതിലെത്തിയിട്ടുണ്ട്. ശ്രീ അനിൽ എങ്ങണ്ടിയൂർ. ഈ വീഡിയോ ആദ്യാവസാനം ഒന്ന് കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. കവിതയുടെ തുടക്കം നോക്ക്. അതൊരു വെല്ലുവിളിയാണ്, ഒരു ചലഞ്ചാണ്. ആരാണ് എൻ്റെ കുതിരയെ കെട്ടാൻ പോകുന്നത്? ആരാണ് അതിൻ്റെ വഴിമുടക്കാൻ ധൈര്യമുള്ളവൻ? ഇതൊരു സാധാരണ ചോദ്യമല്ല. സത്യത്തിൽ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പോരാട്ടത്തിലേക്ക് ഈ കവിതയിലൂടെ കവി നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ പോരാട്ടത്തിൻ്റെ കാര്യം കൂടുതൽ വ്യക്തമാകണമെങ്കിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തേത് ലോകത്തോടുള്ള വെല്ലുവിളി. 2 അനുഷ്ഠാനത്തിൻ്റെ ഒരു പുനർവായന. 3 കാലത്തിലൂടെയുള്ള ഒരു യാത്ര. 4 സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോര്. 5 പരാജയപ്പെടാൻ തയ്യാറാവാത്ത മനുഷ്യൻ. നമുക്കോരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യത്തേത് ലോകത്തോടുള്ള വെല്ലുവിളി. കവിതയുടെ പേര് തന്നെ അശ്വമേധം എന്നാണ്. അശ്വമേധം എന്നാൽ ദോഷങ്ങളില്ലാതാക്കി രാജ്യത്തിൻ്റെ ഐശ്വര്യം വീണ്ടെടുക്കാൻ നടത്തുന്ന യാഗം എന്നാണ് അർത്ഥം. ഇതൊരനുഷ്ഠാനമാണ്, ഇതൊരാചാരവുമാണ്. പക്ഷേ വയലാർ രാമവർമ്മ അതിനെ എടുത്തിട്ട് അതിൻ്റെ അർത്ഥം തന്നെ ഇവിടെ മാറ്റിമറിക്കുന്നു. സാമ്രാജ്യത്വത്തിൻ്റെ ശക്തിയിൽ നിന്നും സർഗശക്തിയുടെ പ്രതീകമാക്കി അതിനെ മാറ്റുന്നു. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാമശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായുമെൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായുമെൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. ചരിത്രത്തിൽ അശ്വമേധം എന്ന് പറഞ്ഞാൽ അതൊരു പവർ ഗെയിം ആണ്. ചിലപ്പോൾ ഇത് പൂജയായോ അനുഷ്ഠാനമായോ ആയിരുന്നു നടത്തിയിരുന്നത്. മഹാഭാരതത്തിൽ കുരുപാണ്ഡവ യുദ്ധം കഴിഞ്ഞപ്പോൾ വ്യാസൻ യുധിഷ്ഠിരനോട് പറയുന്നൊരു ഭാഗമുണ്ട്. യുധിഷ്ഠിര, നിങ്ങൾ യുദ്ധം നടത്തിയപ്പോൾ വേണ്ടി വന്ന ബ്രഹ്മഹത്യാ പാപങ്ങളൊക്കെ തീർക്കാൻ അശ്വമേധം നടത്തണം. ലക്ഷണമൊത്ത ഒരാൺകുതിരയെ 1 വർഷം സ്വതന്ത്രമായിട്ട് നാട് ചുറ്റാൻ വിടും. ആ കുതിര എവിടെയൊക്കെ ചെല്ലുന്നുവോ അവിടെയുള്ള രാജാക്കന്മാരെല്ലാം യുധിഷ്ഠിരൻ്റെ കീഴ്രാജാക്കന്മാരായി അംഗീകരിക്കപ്പെടണം. ഇതായിരുന്നു വ്യവസ്ഥ. അതിനെ ആരെങ്കിലും തടഞ്ഞാൽ ആ തടയുന്ന രാജാവിനെ കീഴ്പ്പെടുത്താൻ ആ കുതിരയുടെ പിന്നിൽ സൈന്യവും ഉണ്ടായിരുന്നു. ആ സൈന്യത്തെ നിയന്ത്രിച്ചിരുന്നത് അർജുനനായിരുന്നു. ആ കുതിര 1 വർഷം കഴിഞ്ഞു തിരികെ എത്തി. അശ്വമേധ യാഗം ഭംഗിയായി നടന്നു എന്നാണ് മഹാഭാരതം പറയുന്നത്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ നടത്തിയ അശ്വമേധത്തിൻ്റെ കഥ ഇത്തരത്തിലൊരു ഗെയിമായിരുന്നു. അവിടെ അശ്വമേധം ഞാനാണ് ഏറ്റവും വലിയ ശക്തി എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു. പക്ഷേ വയലാർ എന്താണ് ചെയ്തതെന്നറിയാമോ? അദ്ദേഹം ഈ അധികാരത്തിൻ്റെ ചിഹ്നത്തെ നേരെ തലകീഴായി നിർത്തി. അശ്വമേധത്തിന് അദ്ദേഹം പുതിയ അർത്ഥം കൊടുത്തു. എന്താണ് ആ അർത്ഥം? ഈ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ 2ാമത്തെ പോയിന്റിലേക്ക് വരണം. അനുഷ്ഠാനത്തിൻ്റെ പുനർവായന. എന്താണ് ഇവിടെ വയലാർ പറയുന്ന കുതിര? ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിവുള്ള മൃഗം ചീറ്റ ആണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതിനെ ഓടിത്തോൽപ്പിക്കാൻ മറ്റൊരു മൃഗത്തിനും സാധ്യമല്ല. പിന്നെന്തിന് കുതിരയെ എടുത്തു? ചീറ്റയുടെ ഓട്ടത്തിന് ഒരു ദൂരപരിധിയുണ്ട്.
ഓട്ടത്തിനിടയിൽ ഇത് ക്ഷീണിക്കുമ്പോൾ നിൽക്കും. എന്നാൽ കുതിര അങ്ങനെയല്ല. ക്ഷീണിക്കാതെ, ദൂരപരിധി ഇല്ലാതെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന മൃഗമാണ്. ക്ഷീണിക്കാതെ അത് ഓടിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് മനുഷ്യൻ്റെ സങ്കല്പങ്ങളും അവൻ്റെ ഭാവനകളും. ഇത് രണ്ടും കൂടിച്ചേരുന്നതിന് വയലാർ നൽകിയിരിക്കുന്ന പേര് സർഗസൃഷ്ടി എന്നാണ്. എന്താണ് ഈ സർഗസൃഷ്ടി? അത് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായുമെൻ കുതിരയെ, ചെമ്പൻ കുതിരയെ, എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ, കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ. കണ്ണുകളിൽ ഉന്മേഷവും കാലുകളിൽ ആവേശവും നിറച്ച് കുഞ്ചിരോമങ്ങൾ തുള്ളിച്ച് സഞ്ചരിക്കുന്ന ചെമ്പൻ കുതിരയാണ് കവിയുടെ സർഗശക്തി. ചെമ്പൻ കുതിര എന്നത് കവിയുടെ വിപ്ലവ ബോധത്തെ കൂടി സൂചിപ്പിക്കുന്ന ഒന്നാണ്. കുതിരയുടെ കണ്ണിൽ തെളിയുന്ന ഉന്മേഷം ലക്ഷ്യപ്രാപ്തിയെക്കുറിച്ചുള്ള കവിയുടെ വിശ്വാസമാണ്. തളരാതെ മുന്നോട്ടു പോകുന്ന കാലുകളിലുള്ള ഉത്സാഹം ഏത് പ്രതിബന്ധങ്ങളെയും മറികടന്നു പോകാനുള്ള അതിൻ്റെ കരുത്തും വ്യക്തമാക്കുന്നു. തൻ്റെ കഴിവുകളിൽ വിശ്വാസമുള്ളവർക്ക് ഉറച്ച കാലടികളുമായി മുന്നോട്ടു പോകാം. ഇതാണ് കാലുകളിലെ ഉത്സാഹം എന്നതിലൂടെ വ്യക്തമാക്കുന്നത്. ലോകത്ത് മുഴുവൻ നടന്ന വർഗസമരങ്ങളുടെയും വിപ്ലവ മുന്നേറ്റങ്ങളുടെയും സൂചനകൾ ഈ വരികളിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രകൃതിയോട് മല്ലിട്ട് എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് നേടിയ സിദ്ധിയുമായി നീങ്ങുന്ന മനുഷ്യൻ്റെ സർഗസൃഷ്ടിയെ ആർക്കും തളർത്താനാവില്ല. പ്രകൃതിയോട് പോരടിച്ചാണ് മനുഷ്യൻ തൻ്റെ അറിവുകളും നാഗരികതയും രൂപപ്പെടുത്തിയത്. കാട്ടിനുള്ളിൽ വസിച്ച അപരിഷ്കൃതനായ മനുഷ്യൻ കാട് വെട്ടിത്തെളിച്ചും നദീതീരങ്ങളിൽ കൃഷി ഇറക്കിയും ഒക്കെയാണ് ആധുനിക മനുഷ്യനിലേക്ക് പരിണമിക്കുന്നത്. മനുഷ്യവംശത്തിൻ്റെ ഈ പുരോഗമനം എല്ലാറ്റിനെയും ജയിക്കുന്ന മനുഷ്യചേതനയിൽ നിന്നും ഉടലെടുത്തതാണ്. കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചൻ പ്രപിതാമഹ കണ്ടതാണി കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകളേറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകളേറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ വച്ചാണ് എൻ്റെ പിതാമഹന്മാർ ഈ കുതിരയെ കണ്ടത്. കാട്ടരുവികൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ അതിനെ കാട്ടുപുൽത്തണ്ട് നൽകി വളർത്തി. മനുഷ്യൻ്റെ ആദ്യകാല ജീവിതം കാട്ടിലായിരുന്നു. അവിടെ നിന്നാണ് അവൻ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും പടുത്തുയർത്തിയത്. ഈ കാട്ടിൽ വച്ച് പ്രകൃതിയോട് മല്ലിട്ട് നേടിയ അനുഭവങ്ങളല്ലാതെ മറ്റൊരറിവ് കൂട്ടിനില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരുമായ ഈ സമൂഹമാണ് സർഗസൃഷ്ടി എന്ന കുതിരയെ കണ്ടെത്തിയത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ ജീവിച്ചവർ വരച്ചു വച്ച ഗുഹാചിത്രങ്ങളും കാട്ടിലെ നൃത്തങ്ങളും പാട്ടുകളും കാടിൻ്റേതായ വാദ്യോപകരണങ്ങളും വളർന്നാണ് ഇന്നത്തെ സാഹിത്യാദി കലകൾ എല്ലാം രൂപപ്പെട്ടിട്ടുള്ളത്. കാടനുഭവങ്ങളുടെ ചൂടും ചൂരും പകർന്നു നൽകി കാടിൻ്റെയും പ്രകൃതിയുടെ തന്നെയും താളമറിഞ്ഞ മുത്തശ്ശിമാരാണ് ഈ സർഗവൈഭവത്തെ വളർത്തിക്കൊണ്ടുവന്നത്. അന്നു മുതൽ ഇന്നുവരെ ഈ കുതിര അതിൻ്റെ യാത്ര തുടരുകയാണ്. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണാ കുളമ്പുകൾ. എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ. ദൃപ്തരാഷ്ട്ര പ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളമ്പടിയേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. ഇന്നലകളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ ഈ കുതിര കുതിച്ചു പായുമ്പോൾ എത്രയോ ശവകുടീരങ്ങളിൽ അതിൻ്റെ കുളമ്പുകൾ നൃത്തമാടിയിട്ടുണ്ട്.
തൻ്റെ സർഗശക്തിയാകുന്ന കുതിര ഒരു ചരിത്ര നിർമ്മാതാവ് കൂടിയാണ്. അഹങ്കാരികളായ രാഷ്ട്രപ്രതാപികളുടെ കോട്ടയും കൊത്തളങ്ങളും കൊറ്റക്കുടകളും വംശങ്ങളായി നിലനിന്നു പോകുന്ന അധികാരത്തിൻ്റെ അടയാളമായ മുത്തണിക്കൂണുകളും ആ കുളമ്പടി കൊണ്ട് തകർത്തെറിഞ്ഞിട്ടുണ്ട്. അത്രയും തന്നെ ഭരണകൂടങ്ങളെയും തകർത്തു. സർഗശക്തി ഉയർത്തിയ പ്രതിഷേധങ്ങളും ചിന്തയും ആധിപത്യത്തിൻ്റെ വേരറുത്താണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതാണ് ഈ വരികളിലൂടെ വ്യക്തമാവുന്നത്. കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചരിച്ചൊരി ചെമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ. പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ. ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിലിതീനെ തളയ്ക്കുവാൻ. ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിലിതീനെ തളയ്ക്കുവാൻ. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 4ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടുള്ള പോര്. ഈ സർഗശക്തിയാകുന്ന കുതിരയ്ക്ക് പ്രധാനമായും 3 നിയന്ത്രണ ശക്തികളാണ് ഉണ്ടായിരുന്നത്. അതിലാദ്യത്തേത് ദൈവമാണ്. ദൈവത്താൽ നിയന്ത്രിതമായിരുന്നു ഒരു കാലത്ത് ഈ സർഗശക്തിയാകുന്ന കുതിര. ദൈവം കടിഞ്ഞാണുമായി വന്ന് കുതിരയെ ബന്ധിച്ച് സവാരിക്കായി കൊണ്ടുപോയി എന്നാണ് കവി പറയുന്നത്. അവിടെ പണ്ടുകാലത്ത് മനുഷ്യൻ്റെ സർഗശക്തി ഈ ദൈവസ്തുതികളും ദൈവിക കീർത്തനങ്ങളും മാത്രം എഴുതിയാൽ മതി, പറഞ്ഞാൽ മതി എന്ന കാര്യത്തിൽ ഒതുങ്ങി നിന്നിരുന്നു. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. രാജകീയ അധികാരത്തിൽ ഉന്മത്തരായ സൈന്യങ്ങൾ പടപ്പാളയത്തിൽ കുതിരയെ തളച്ചിടാനായി വന്നതാണ്. രാജകീയാധിപത്യത്തിൻ്റെ വീരാപദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ മാത്രം അവർ ഈ സർഗശക്തിയെ ഉപയോഗിച്ചിരുന്നു. രാജാവ് എന്തു പറയുന്നുവോ അത് മാത്രം കവികൾ കേൾക്കുക, സാഹിത്യകാരന്മാർ കേൾക്കുക, കലാകാരന്മാർ കേൾക്കുക. ആ കലാകാരന്മാരെ കുതിരയായി സങ്കല്പിച്ചിട്ട് ആ കുതിരയോട് രാജകിങ്കരന്മാർ പറയുന്നത് കുതിരേ, ഞങ്ങൾ വേദാന്തികൾ പറയുന്ന പോലെ മാത്രമേ നീ സവാരി നടത്താവൂ. വേദതത്വമറിയുന്ന മഹർഷിമാർ സർഗശക്തിയെ വേദങ്ങളും ഉപനിഷത്തുക്കളും അടങ്ങുന്ന വൈദിക രചനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു എന്നാണ് അവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഈ 3 കൂട്ടരുടെയും കൈകളിൽ അകപ്പെട്ട സർഗശക്തി മനുഷ്യപക്ഷത്തു നിന്ന് അവനു വേണ്ടി ഒന്നും ശബ്ദിച്ചിരുന്നില്ല എന്ന് സാരം. ഈ ശക്തികളൊക്കെ ചേർന്ന് സർഗശക്തിയാകുന്ന കുതിരയെ തളയ്ക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിനെ വീണ്ടെടുക്കാൻ ചിലർ വന്നു. അവർ ആരാണെന്നല്ലേ? എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ. അങ്കമാടി കുതിരയെ വീണ്ടെടുത്തന്നണഞ്ഞു യുഗങ്ങൾ തൻ ഗായകർ. മണ്ണിൽ നിന്നു പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ. മണ്ണിൽ നിന്നു പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ. യുഗങ്ങളുടെ ഗായകർ. കവി പറയുന്നത് അങ്ങനെയാണ്. അതായത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ. കാരണം സർഗാത്മകത എന്നത് ഏതെങ്കിലും അധികാരവർഗത്തിൻ്റെ കുത്തകയല്ല, അത് നമ്മുടെയെല്ലാം ജന്മാവകാശമാണ്. ഇവരിൽ നിന്നും ഒരു കാലഘട്ടത്തിൻ്റെ ഗായകരും അശ്വഹൃദയമറിയാവുന്നവരുമായ വിശ്വവിജയികളായ പൂർവികർ യുദ്ധം ചെയ്ത് കുതിരയെ വീണ്ടെടുത്തു. അശ്വഹൃദയം എന്ന വാക്കിന് ഇവിടെ സർഗശക്തിയുടെ കരുത്ത് എന്ന് അർത്ഥം കൊടുത്താൽ അതങ്ങ് പൂർണ്ണമായി. ലോകത്തുണ്ടായ മഹാവിപ്ലവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സർഗശക്തിയുടെ ഇടപെടലുകൾ പ്രധാനമാണ്. ഫ്രഞ്ച് വിപ്ലവം, റൂസോ തുടങ്ങിയവരുടെ ചിന്തകൾ അക്കാലത്തെ യുദ്ധങ്ങളെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. റൂസോയെ കേട്ടിട്ടുണ്ടല്ലോ. നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നൊരു നാളീ കുതിരയെ. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ
മായുകില്ലെന്റെ ചൈതന്യ വീജികൾ. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകില്ലെന്റെ ചൈതന്യ വീജികൾ. അഞ്ചാമത്തെ പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. പരാജയപ്പെടാൻ തയ്യാറാവാത്ത മനുഷ്യൻ. മനുഷ്യനാണോ അവൻ വിജിഗീഷു ആയിരിക്കും, വിജയിക്കാൻ താല്പര്യമുള്ളവനായിരിക്കും. ഈ പിടിച്ചടക്കലിൻ്റെയും വീണ്ടെടുക്കലിൻ്റെയും ചരിത്രമെല്ലാം കഴിഞ്ഞ് സർഗശക്തി അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഇവിടെ ഇനി സംസാരിക്കുന്നത് കവിയല്ല, മറിച്ച് പുതിയ യുഗത്തിലെ മനുഷ്യനാണ്. അതായത് കവിതയിലെ ഞാൻ എന്ന് പറയുമ്പോൾ അത് വയലാർ എന്ന വ്യക്തിയല്ല, മറിച്ച് ഈ കാലഘട്ടത്തിലെ മുഴുവൻ മനുഷ്യരുടെയും സാമൂഹിക ശക്തിയാണ്. ആ മനുഷ്യൻ ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ഈശ്വരനോ മാന്ത്രികനോ ഒന്നുമല്ല, മറിച്ച് പച്ചയായ മനുഷ്യത്വം ആണ്. ഈ മനുഷ്യത്വം സടകുടഞ്ഞെണീറ്റപ്പോൾ ചരിത്രത്തിൽ പലതും സംഭവിച്ചു. നമ്മൾ നേരത്തെ റൂസോയുടെ കാര്യം പറഞ്ഞില്ലേ? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ബന്ധനത്തിലാണ്. ഇവിടെ മനുഷ്യൻ തൻ്റെ സർഗശക്തിയുടെ ഊർജം താൻ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സാമൂഹിക അനുഭവങ്ങളിൽ നിന്നാണ് സ്വീകരിച്ചത്. റൂസോയെപ്പോലുള്ള നവോത്ഥാന ശില്പികൾ തെളിയിച്ച മാനവിക ബോധത്തിൻ്റെ വെളിച്ചം എന്നിൽ തെളിഞ്ഞു കത്തുന്നതിനാൽ എൻ്റെ കവിതയുടെ ചൈതന്യം ഒരിക്കലും മായുകയില്ല. ഇതാണ് കവി പറയുന്നത്. അങ്ങനെ കവിത തുടങ്ങിയ വരികളിൽ തന്നെ കവി തിരിച്ചെത്തുന്നു. പക്ഷേ ഇത്തവണ അതൊരു സംശയത്തോടെയുള്ള ചോദ്യമല്ല, മറിച്ച് ആത്മവിശ്വാസത്തോടെയുള്ള പ്രഖ്യാപനമാണ്. ലോകത്തെ കീഴടക്കാനായി ഞാൻ എൻ്റെ സർഗശക്തിയാകുന്ന ഈ കുതിരയെ വിട്ടയക്കുകയാണ്. ഇനി ആരാണ് ഇതിനെ തടയാൻ ധൈര്യമുള്ളവൻ? ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ആരൊരാളിക്കുതിരയെ കെട്ടുവാൻ, ആരൊരാളിതിൻ മാർഗം മുടക്കുവാൻ. ആരൊരാളിക്കുതിരയെ കെട്ടുവാൻ, ആരൊരാളിതിൻ മാർഗം മുടക്കുവാൻ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ.